ഇനിയും പ്രകോപനമുണ്ടായാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന പാകിസ്ഥാന് താക്കീത് നൽകി ഇന്ത്യ. പാകിസ്ഥാനാണ് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചതെന്നും നാളെ തുടർ ചർച്ചകൾ നടക്കുമെന്നും DGMO രാജീവ് ഗായ് അറിയിച്ചു. പാക് സേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചെന്നും എയർബേസുകളും റഡാർ സംവിധാനവും തകർത്തെന്നും എയർ മാർഷൽ AK ഭാരതി വ്യക്തമാക്കി. അതേസമയം കറാച്ചി ഉൾപ്പെടെ ആക്രമിക്കാൻ നാവികസേന സജ്ജമായിരുന്നുവെന്ന് വൈസ് അഡ്മിറൽ AN പ്രമോദും അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ചെന്ന് വ്യക്തമാക്കിയ DGMO രാജീവ് ഗായ് 9 ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കൊടും ഭീകരർ ഉൾപ്പെടെ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടെന്നും വ്യക്തമാക്കി. ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്. And those strikes across those 9 terror hubs left more than 100 terrorists killed, including high-value targets such as Yusuf Azhar, Abdul Malik Rauf and Mudassir Ahmed. പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും യാത്രാവിമാനങ്ങൾ മറയാക്കി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും തക്കതായ പ്രതിരോധം തീർക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു. നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ ഇന്ത്യ തകർത്തെന്നും എയർ മാർഷൽ AK ഭാരതി ചൂണ്ടിക്കാട്ടി. We struck his air bases, command centers, military infrastructure, air defense systems across the entire Western Front. The bases we struck include Chaklala, Rafiki, Rahim Yar Khan, Sakar. പാക് സേനയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞെന്നും 35 മുതൽ 40 വരെ പാക് സൈനികർ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കൊല്ലപ്പെട്ടെന്നും സൈന്യം അറിയിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തോടെ 2003-ലെ വെടിനിർത്തൽ കരാർ ഇല്ലാതായി. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ലഭിച്ചതോടെ പാക് DGMO വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നു. നാളെ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും ഇന്ത്യൻ DGMO അറിയിച്ചു. കറാച്ചി തുറമുഖം ഉൾപ്പെടെ ആക്രമിക്കാൻ നാവികസേനയും സജ്ജമായിരുന്നുവെന്ന് വൈസ് അഡ്മിറൽ AN പ്രമോദും വ്യക്തമാക്കി. Our forces remained forward deployed in the northern Arabian Sea in a dissuasive and deterrent posture with full readiness and capacity to strike select targets at sea and on land, including Karachi at time of our choosing. അതേസമയം റാഫേൽ വിമാനം തകർന്നെന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചെങ്കിലും പോർമുഖത്ത് നഷ്ടം സാധാരണമെന്നും ലക്ഷ്യം കണ്ടു എന്നത് മാത്രമാണ് പ്രധാനമെന്നും അറിയിച്ച സൈന്യം പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച ആയുധങ്ങളും വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.